മുസ്ലിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ സ്ഥലം കിട്ടിയപ്പോൾ അന്നത്തെ പള്ളി എന്താണ്? മണൽച്ചാക്കുകൾ കെട്ടിയിട്ട് അതിന് തിരിച്ചു. എന്നിട്ടോ തെങ്ങ് മുറിച്ചിട്ട് അത് തൂണുകൾ ഉണ്ടാക്കി, തെങ്ങിന്റെ ഓല കെട്ടിയിട്ട് അതിൽ പന്തലിട. അതാണ് പള്ളി. ഈ പള്ളിയുടെ പണി പൂർത്തിയാക്കി. ആ പണി പൂർത്തിയാക്കാൻ തുടക്കം കുറിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ മാലിക് ഇബ്നു ഹബീബ് തങ്ങൾ കഅബത്തിന്റെ പുനർനിർമ്മാണത്തിൽ ബാക്കി വന്ന കല്ലുകളിൽ കുറച്ചെണ്ണം കയ്യിൽ വെച്ചു. അതിൽ നിന്ന് ഒരു കഷ്ണം കല്ലെടുത്തിട്ട് മാലിക് ഇബ്നു ഹബീബ് തങ്ങൾ മാലിക് ദീനാർ തങ്ങളെ കയ്യിൽ കൊടുത്തു. ഇന്ത്യൻ മണ്ണിലെ ആദ്യത്തെ ഇസ്ലാമിന്റെ പള്ളിക്ക് ആ കല്ലുപയോഗിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ആദ്യത്തെ മുസ്ലിം പള്ളിക്ക് ഇന്ത്യയിൽ തറക്കല്ലിട്ടു. അതാണ് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പെരുമാൾ പള്ളി ഹിജ്റ 2-ാം വർഷം അല്ലെങ്കിൽ 5-ാം വർഷം എന്ന് രേഖപ്പെടുത്തി വെച്ച പള്ളി. അതിനർത്ഥം ഹിജ്റയുടെ 2-ാം വർഷമാണെങ്കിൽ, ഹിജ്റയുടെ 5-ാം വർഷമാണെങ്കിൽ നബി മുഹമ്മദ് റസൂലുള്ളാഹ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് ജീവിച്ചിരിപ്പുള്ള സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ സ്വഹാബാക്കൾ വന്ന് പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പള്ളിയിൽ ബഹുമാനപ്പെട്ട മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹു അങ്ങനെയുള്ള സ്വഹാബാക്കളുടെ നേതൃത്വത്തിൽ അതാ നടക്കുന്നു ജമാഅത്ത് നിസ്കാരം. ആ തുറന്ന പന്തലിൽ നടക്കുന്ന ജമാഅത്ത് നിസ്കാരം സുബ്ഹാനല്ലാഹ്, കണാരനും കുമാരനും സാവിത്രിയും സരോജിനിയും അടക്കമുള്ള ഇവിടുത്തെ മറ്റു മതക്കാരൊക്കെ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമുള്ള ആരാധന! ആ ആരാധനാ സമയമായപ്പോൾ അവരൊക്കെ പുറത്തു നിന്ന് കാഴ്ചക്കാരായി. എന്താണ് കാഴ്ചക്കാരാകുന്നത്? അല്ലാഹ്, മക്കയിൽ ഇസ്ലാമുമായി വന്ന ആളുകൾ, ഇന്നലെ ഇവിടെ എത്തിയ ശേഷം ഇവരൊക്കെ മുസ്ലിമീങ്ങളായ ആളുകൾ, ഇന്ന് മുസ്ലിമായവരും അവരൊക്കെ പള്ളിയിൽ ചേരുക. അവരൊക്കെ പള്ളിയിൽ നിൽക്കുമ്പോൾ, അവർ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ എല്ലാവരും തോളോട് തോള് ചേർന്ന്, അറബിയിൽ നിന്ന് വന്ന ആളും അനറബിയായ ആളും ഇന്നലെ മുസ്ലിമായ ആളും ഇന്ന് മുസ്ലിമായ ആളും യാതൊരു ജാതി വ്യത്യാസമില്ല, യാതൊരുവിധ ചേരിതിരിവുകളില്ല, ഭാഷാ തർക്കങ്ങളില്ല, കറുത്തവരും വെളുത്തവരുമില്ല. അല്ലാഹ് മുസ്ലിമീങ്ങളെ അല്ലാഹു തആല ഐക്യത്തിൽ കോർത്തിണങ്ങിയിട്ടുണ്ട്. ലോകത്ത് മുഴുവൻ എന്താ മുസ്ലിമീങ്ങൾ ഐക്യം? ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും വിശ്വസിക്കുന്ന ഒരേ ഒരൊറ്റ അല്ലാഹ് വിശ്വാസത്തിൽ ഐക്യം. അല്ലാഹ് വിശ്വാസത്തിൽ ഐക്യം. മുഹമ്മദ് റസൂലുള്ളാഹ് നേതാവിൽ ഐക്യം. ഒരൊറ്റ ലീഡറാണ് മുസ്ലിമീങ്ങൾ. ആ ലീഡറെയും അല്ലാഹുവിനെയും അംഗീകരിക്കുന്നവർക്കൊക്കെ ഒറ്റ കേന്ദ്രത്തിൽ ഐക്യം. കഅബ ശരീഫ് ഒറ്റ കേന്ദ്രം. അവർക്കെല്ലാവർക്കും ഒറ്റ ഭരണഘടന, വിശുദ്ധ ഖുർആൻ. ആ ഭരണഘടന അനുസരിച്ച് അവരുടെ ആരാധനയ്ക്ക് ഔദ്യോഗിക ഭാഷ ഒറ്റ ഭാഷ അറബി. അവരെല്ലാവർക്കും ആരാധന ഒരേ കൃത്യത്തിൽ. നിസ്കാരം എല്ലാവർക്കും ഒരേപോലെ. നോമ്പ് എല്ലാ രാജ്യക്കാർക്കും ഒരു മാസത്തിൽ. സക്കാത്ത് എല്ലാവർക്കും ഒരേ കണക്കിൽ. ഹജ്ജ് എല്ലാവർക്കും ഒരു മാസം. ഒക്കെ ആരാധനയിൽ, നേതൃത്വത്തിൽ, ഇമാമിൽ, വിശ്വാസത്തിൽ മുസ്ലിമീങ്ങൾ ഐക്യം. അല്ലാഹ് ഈ മുസ്ലിമീങ്ങളെ നിസ്കാരം കണ്ടു മറ്റു രാജ്യക്കാർ. ആ നാട്ടുകാരൊക്കെ കണ്ടു നിസ്കാരം. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇതാ നിൽക്കുന്നു മക്കയിൽ നിന്ന് വന്ന ഇമാം മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ ഇമാമാണ്. മാലിക് ഇബ്നു ഹബീബ് തങ്ങളുടെ ഇമാമാണ്. അവിടെ ഇമാമായി നിൽക്കുമ്പോൾ അല്ലാഹു അക്ബർ ഇമാമ് നേതൃത്വം കൊടുത്തു. ഇമാമ് അല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് കൈകെട്ടിക്കഴിഞ്ഞാൽ മൗമൂമിങ്ങൾ എല്ലാവരും ഒരുമിച്ച് അതിൽ ജാതി വേർതിരിവില്ല, പണത്തിന്റെ വേർതിരിവില്ല, ഒന്നുമില്ല. ഒരുമിച്ച് അവരെല്ലാവരും അല്ലാഹു അക്ബർ. എല്ലാവരും പറയുന്നത് ഒറ്റ മന്ത്രം. എല്ലാവരും നിൽക്കുന്നത് ഒരു കേന്ദ്രത്തിലേക്ക്. എല്ലാവരും കൈവച്ചിരിക്കുന്നത് ഒറ്റ സ്ഥലത്ത്. വള്ളത്തോൾ അദ്ദേഹത്തിന്റെ കവിതയിൽ പറഞ്ഞു, ഒട്ടു നമിക്കുന്നു ചിത്ത തെറ്റാതിവർ, ചിത്തം നമിക്കുന്ന കൃത്യം ഇതല്ലോ. വള്ളത്തോൾ അദ്ദേഹത്തിന്റെ വരികൾ വളരെ ആശയസമ്പന്നമായി കോറിയിട്ടു. 5 നേരത്തെ നിസ്കാരം ദിവസവും നടക്കുന്നത്. ഓരോ നിസ്കാരം കഴിഞ്ഞപ്പോഴും ആയിരക്കണക്കിന്, നൂറുകണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി. അവിടെ ആരും വാളുപയോഗിച്ചിട്ടില്ല, അവിടെ ആരും ആയുധം ഉപയോഗിച്ചിട്ടില്ല, അവിടെ ആരും ഭീകരത ഉണ്ടാക്കിയിട്ടില്ല, അവിടെ ആരും തീവ്രത ഉണ്ടാക്കിയിട്ടില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ അങ്ങനെ ഇസ്ലാം വാളുകൊണ്ടാണ്, ഇസ്ലാം കത്തിയോണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനടക്കൊക്കെ വലിയ പ്രചാരം ഉണ്ടായിരുന്നു.
മുസ്ലിങ്ങളടുത്തൊക്കെ വാളുണ്ട്, തപ്പി വെക്കുമ്പോൾ ആരും വെച്ചില്ല. അപ്പൊ അതൊക്കെ പള്ളിക്കലാണ്. പള്ളിയിൽ പോയി നോക്കുമ്പോ അവിടെയില്ല. അപ്പൊ പറഞ്ഞത് ജുമായിലുള്ള പള്ളിക്കലുള്ളൂ. അപ്പൊ CBI അന്വേഷകന്മാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വന്ന് അവരിങ്ങനെ പല സ്ഥലത്ത് നമ്മളെ പള്ളിക്കലൊക്കെ ഇടക്കണ്ടെങ്കിൽ ജമാഅത്തെ കെട്ടാൻ ആളെയാണ്. ഇവരൊക്കെ CBIക്കാരും മറ്റേ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ കയറി. കാരണം രഹസ്യാന്വേഷണ വിഭാഗത്തിന് അങ്ങനെയാണ്. അപ്പൊ പറഞ്ഞു ജുമായിന്റെ നേരത്തെ എടുക്കുള്ളൂ. അപ്പൊ ഇവരും വിചാരിച്ചാൽ നേരെ തന്നെ ആയിരിക്കും. എല്ലാവരും നേരെ പീടിയൊക്കെ പൂട്ടിയിട്ട് എല്ലാവരും പോകണ്ടല്ല. കച്ചവടക്കാരും വ്യാപാരികളൊക്കെ കച്ചവടം നിറഞ്ഞ മുട്ടായി തരുന്നും പീടിയ കൂട്ടിയിട്ട് ജുമായക്ക് പോകാൻ. അപ്പൊ ഇവരൊക്കെ വിചാരിച്ചാൽ വാൾപ്പയറ്റ് പഠിച്ചാൻ പോകുമായിരിക്കും. അപ്പൊ എല്ലാം കൂടി CBIക്കാരൊക്കെ പള്ളിയിൽ വന്ന് ഒക്കെ നോക്കുമ്പോ എന്താ, ആ നാട്ടിൽ ഏറ്റവും വയസ്സായ ഒരു മല്ലാക്ക, അതിലേറെ വയസ്സായ ആളവിടെ. അയാളാണ് ജുമാന്റെ നേരത്ത് ഒരു ബടി വെച്ച് ഇങ്ങനെ വരുന്നത്. ഇതിനാണ് പാടുക. അയാളിങ്ങനെ വന്നിട്ട് പൗതി നിൽക്കാതെ റുക്കൂ അല്ല സുജൂദും അല്ലാത്ത നിൽക്കലാണ് മൂപ്പര് നിൽക്കുന്നത്. മൂപ്പര് തീർത്തുകാണ് മാഅശറൽ മുസ്ലിമീന്ന് പറഞ്ഞു. അപ്പൊ ഈ മറ്റേ കാവ്യാരിൽ വന്നു. കാവ്യാരി വന്ന് നോക്കുമ്പോഴോ മൂപ്പര് വന്ന് നോക്കുമ്പോ ഇത് യാതൊരു തർക്കമല്ല. അതാണ് കൊടുത്തു. മെമ്പർമ കയറി അയാൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഇങ്ങോട്ടും കൊടുത്തു. എന്നാണ് ഞാൻ ഈ വ്യാപാരി വ്യവസായികൾ നടത്തുന്ന ഈ സംഘടന ഇന്ന ഒരു ക്ലാസ്സിന് വിളിച്ചു. ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം ക്ലാസ് എടുക്കാൻ പറ്റും. അതിന് ക്ലാസ്സിന് പോയപ്പോ ഞാൻ പറഞ്ഞു, എല്ലാ ഇടപാടുകളിലും ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് പലിശ മറ്റു പലതും കയറിക്കൂടുന്നുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ ഇടപാടും അങ്ങനെയാണ്. ഒരു ഇടപാടേ പതിന് ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ആചാര്യ ചോദിച്ചു, അതേ ഏതാണ് സ്ഥാനം? അത് നമ്മളെ വെള്ളിയാഴ്ചത്തെ ഇടപാടാണ്. അതേതാന്ന്? അതെ, മാഅശറൽ മുസ്ലിമീൻ എന്ന് പറയുമ്പോൾ വാള് മല്ലാക്കാൻ്റെ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ കാവ്യാരി. അത് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ യാതൊരു തർക്കമല്ല, അത് ഇങ്ങോട്ട് കൊടുത്തു. ഈ ഒരു ഇടപാടിനുള്ളപ്പോൾ മര്യാദക്ക് നടക്കുന്നത്. അതിന് പിന്നെ യാതൊരു ചോദ്യമല്ല. തന്നത് ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ അത്ര വേണം, അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ ഇത്ര വേണം, യാതൊരു തർക്കമല്ല. എന്നാ ഇനി നമ്മളെ പള്ളിയിൽ ഇതിനിടക്ക് കമ്മിറ്റിക്കാർ തമ്മിൽ തർക്കമുണ്ടായി, മുത്തവല്ലി തർക്കമുണ്ടായി, ഞവളതിന്റെ ഇടക്ക് ഏത് തർക്കമുണ്ടായി, സുന്നി മുജാഹിദ് തർക്കമുണ്ടായി, ജമാഅത്ത് മുജാഹിദും തർക്കമുണ്ടായി, പല തർക്കമുണ്ട്. എന്നാ ഏതെങ്കിലും ഒരു സമയത്ത് ആരെങ്കിലും പിന്നെ പള്ളിക്കളി തർക്കമുണ്ട്, വാങ്ങി പോയിട്ട് ആ ബാള് കയ്യിലാക്കണം കേട്ടോ ഈ കാലത്തിനിടക്ക് ഒരാൾ പറഞ്ഞിരിക്കണം. കാരണം എന്താ, ഇത് എന്തിനെങ്കിലും പറ്റുമത്? ആ ബാളോട് ഇസ്ലാം പ്രചരിച്ചതാണെന്ന് കേട്ടപ്പോ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആളുകൾക്ക് പിന്നെ കിട്ടി നോക്കുമ്പോ ഏതാ കിട്ടിയത്? ഇതാ കിട്ടിയത്. പക്ഷേ രഹസ്യാന്വേഷണ വിഭാഗത്തിനും മറ്റുമൊക്കെ ഇത് അന്വേഷിക്കാനും പങ്കെടുക്കാനും ഒക്കെ കാരണം എന്തുണ്ടായി? വഹാബിസവും മൗദൂദിസവും പോലുള്ള ആളുകൾ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നിടത്ത് മുഹമ്മദ് നബിയുടെ മക്ബറ തട്ടിപ്പൊളിക്കുമെന്ന് വരെ പച്ച മലയാളത്തിൽ പ്രസംഗിക്കുന്ന കൂട്ടർ ഇസ്ലാമിന്റെ പേരിൽ ഇവിടെ ജീവിച്ചപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റു മതക്കാർ നമ്മെ തെറ്റിദ്ധരിച്ചതാണ്. ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നവരും മൊയ്തീൻ ശേഖ എന്ന് വിളിക്കുന്നവരും രണ്ടും ഒരുപോലെയാണ്. അപ്പൊ ഇസ്ലാമിന്റെ സ്റ്റേജിൽ ഗുരുവായൂരപ്പനെ കുറിച്ച് പരാമർശിക്കുന്ന രീതി വന്നപ്പോൾ നമ്മെ അവർ തെറ്റിദ്ധരിച്ചെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കാം, ഹൈന്ദവ മതം, ഹൈന്ദവ സഹോദരന്മാർ വിശാല ഹൃദയമുള്ളവരാണ്. ആ വിശാല ഹൃദയമുള്ളത് കൊണ്ടാണ് ക്രിസ്തുമതം ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിച്ചത്, ഇസ്ലാം മതത്തിന് ഈ രാജ്യത്ത് വളരാൻ കഴിഞ്ഞത്. യാതൊരു തർക്കവും ചരിത്രത്തിൽ അതിനില്ല. ബഹുമാനപ്പെട്ട സ്വഹാബാക്കള നിസ്കാരങ്ങൾ എല്ലാവർക്കും ഒരല്ലാഹ്, ഒരൊറ്റ റസൂലുള്ളാഹി, ഒറ്റ ലീഡർ, ഒറ്റ കേന്ദ്രം, ഒറ്റ ഭരണഘടന. അവിടെ ഇനി പറയേണ്ടതില്ല. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആയത്തും ഹദീസൊക്കെ നമുക്ക് പിന്നെ പോകാം. ഇപ്പൊ നമുക്ക് കുറച്ച് നാടൻ പറഞ്ഞു അല്ലേ? നമ്മളിപ്പോ മറ്റേ ആൾ ചോദിച്ചത് എങ്ങനെയാണ് നബി എന്നുള്ളതിന് എന്താ തെളിവ് ചോദിച്ചത്, അവിടെ നമ്മൾ നിൽക്കുന്നത് അല്ലേ? ഞമ്മക്കിപ്പോ നാടൻ മഠത്തിലും നോക്കാം. ബഹുമാനപ്പെട്ട മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹു, മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു, അവരുടെ നേതൃത്വത്തിൽ പിന്നീട് കേരളത്തിൽ 9 അല്ലെങ്കിൽ